മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും ചർച്ച ചെയ്യും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. വിനയ പരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വളരെ പെട്ടെന്നൊരു യോഗം, അതിന്റെ പശ്ചാത്തലം എന്താണ്? എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കും? വിജയകുമാർ, കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പെട്ടെന്ന് ജലനിരപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് കളക്ടറേറ്റിൽ ഒരു പ്രത്യേക അവലോകന യോഗം ചേർന്നത്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രചരണം, ഡാം പൊട്ടും എന്നതടക്കമുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടായിരുന്നു അത്തരമൊരു പ്രചരണമൊക്കെ നടന്നിരുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിലൊരു അവലോകന യോഗം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ യോഗം ചേർന്നത്. എന്തായാലും ഈ പ്രചരണങ്ങൾ, അനാവശ്യ പ്രചരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുതിയ ഡാം എന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ജലനിരപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിക്കും. മാത്രമല്ല, സന്ദർശനം നടത്തേണ്ട ഇതൊരു സാഹചര്യം ഡാമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി മഴ കൂടി ഷട്ടറുകൾ ഉയർത്തേണ്ട അല്ലെങ്കിൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. വിജയകുമാർ. രാഹുൽ, എത്രയാണിപ്പോൾ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്? ആ നിലയിൽ അത് നീരൊഴുക്ക്, മഴയുടെ ശക്തി കുറഞ്ഞതോടെ നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? ഡാമിലേക്കുള്ള നീരൊഴുക്ക് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഴ ശക്തമായ ദിവസങ്ങളിൽ 131.75 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരുന്നു. പക്ഷേ മഴ കുറഞ്ഞതോടെ, ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ ജലനിരപ്പ് 130 അടിയിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും മഴ മാറി നിൽക്കുകയാണ്. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തൊന്നും മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1400 ഘനയടിയായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനി കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുകയായിരുന്നു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.